അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ മുർസലീങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉദ്ഘോഷിക്കുന്ന തൗഹീദിന്റെ മഹത്തായ ആശയം ഏതൊരു പ്രവാചകനും അവരുടെ ജനതയ്ക്കു നൽകാതെ, സമൂഹത്തിന് നൽകാതെ കടന്നുപോയിട്ടില്ല. സനാതനമായ, ഏറ്റവും സനാതനമായ ശരീഅത്തിന്റെ അടിസ്ഥാന ശിലയായ തൗഹീദ് ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും യാതൊരു മാറ്റവുമില്ലാതെ പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതുമാണ് ഈ തൗഹീദ്. ഇതിൻ്റെ വിപരീതമായ ശിർക്കിലും അപ്പോൾ മാറ്റമുണ്ടാകില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വരെയുള്ള ഒരു സമുദായത്തിലും തൗഹീദിലും ശിർക്കിലും മാറ്റമില്ല. മനുഷ്യാരംഭം മുതൽ ഇന്നുവരെ, ഇനി അന്ത്യനാൾ വരെയും അല്ലാഹു തആല തൗഹീദ് നൽകാത്ത ഒരു സമുദായത്തെയും കൊണ്ടുവരികയുമില്ലല്ലോ. ഈ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ തർക്കം വരികയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമല്ലേ ഇത്? തൗഹീദിൽ മാത്രം നിലക്കൊണ്ട 10 തലമുറകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള 10 തലമുറകളാണ് ഇവർ. തൗഹീദിന്റെ കാര്യത്തിൽ അന്നു യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലായിരുന്നു. ഇത് നബി തങ്ങൾ വിവരിച്ചതാണ്. അവിടെ നിങ്ങോട്ട് നൂഹ് നബി മുതൽക്ക് ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളിലാണ് തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് വെളിപ്പെട്ടതും. ഈ ശിർക്ക് എന്താണെന്നതിൽ നാം ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. സതുദ്ദേശപരമാകാം ഈ തർക്കം. എന്നാൽ പോലും ഒരു മനുഷ്യന്റെ പരലോക രക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള അടിസ്ഥാനാശയം തൗഹീദ്. ഈ തൗഹീദിൽ നിന്ന് സമൂഹത്തിലെ മുഖ്യധാരാ ജനതതി പുറത്താണെന്നും ശിർക്കിലകപ്പെട്ടെന്നും ആരോപിക്കുന്നതിന് വേണ്ടിയാണ് ശിർക്ക് തൗഹീദിന്റെ കാര്യത്തിലെ നിർവചനത്തിലുമുള്ള തർക്കങ്ങൾ അത്രയും. പരലോക രക്ഷയാണ് മനുഷ്യന് പ്രധാനം. അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരാശയമാണ് തൗഹീദ്. യാതൊരു കർമ്മവുമില്ലെങ്കിലും, അമലുകളൊന്നുമില്ലെങ്കിലും തൗഹീദുണ്ടെങ്കിൽ പരലോകത്തെ രക്ഷയുണ്ടെന്നാണ് മുസ്ലിം ലോകം, അഹ്ലുസുന്നത്ത് വൽ ജമാഅ വിശ്വസിക്കുന്ന പോയിന്റ്. തൗഹീദ് ഇല്ലെങ്കിൽ മറ്റേതു തരം സൽക്കർമ്മങ്ങളുണ്ടെങ്കിലും എത്ര നന്നായി ജീവിച്ചാലും നരകത്തിലാണെന്നും പരലോകത്ത് രക്ഷയില്ലെന്നും നാം വിശ്വസിക്കുന്നു. സത്യവിശ്വാസികളെ പോലെ നന്നായി ജീവിക്കുന്നവർ എത്രയോ പേരുണ്ട്. നോമ്പനുഷ്ഠിക്കുന്നവർ, സംശുദ്ധ ജീവിതം നയിക്കുന്നവർ. പക്ഷേ വിശ്വാസം ശരിയല്ലെങ്കിൽ, തൗഹീദില്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളൊന്നും ഫലവത്തല്ലെന്നും അതിനൊന്നും പരലോകത്ത് പുണ്യമില്ലെന്നുമാണ് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറയുന്നത്. കർമാദിനിഷ്തദ്ദത്ത് ബിഹിർ റീഹ്, ശക്തമായ കാറ്റ് പറത്തിക്കൊണ്ടുപോയ ചാരം പോലെയാണ് അവിശ്വാസികളുടെ കർമ്മങ്ങൾ. സറാബിൻ ബിഖീഅ യഹ്സബുഹു ളംആനു മാഅ, ദാഹിച്ച് പരവശനായവൻ വെള്ളമാണെന്ന് കരുതി അത്യാർത്തിയോടെ കടന്നു ചെല്ലുമ്പോൾ ശൂന്യമായി കാണുന്ന മരീചിക പോലെയാണ് അവിശ്വാസികളുടെ കർമ്മങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പരലോക രക്ഷയ്ക്ക് അനിവാര്യമായ അടിസ്ഥാന വിശ്വാസമാണ് തൗഹീദ്. നമസ്കരിക്കാത്ത, കർമ്മങ്ങളൊന്നും ചെയ്യാത്ത, മദ്യപിക്കുന്ന, താന്തോന്നിത്തത്തിൽ ജീവിക്കുന്നവർ പോലും അള്ളാഹു പുറത്തു കൊടുത്താൽ തൗഹീദുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് അർഹരും സ്വർഗപ്രവേശം ശിക്ഷിക്കപ്പെട്ടാൽ പോലും അതിനുശേഷം ലഭിക്കുന്നവരുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ തൗഹീദ് കാത്തു സംരക്ഷിക്കപ്പെടണം. അതിന് പോറലേൽക്കരുത്. ഇത് സംശുദ്ധമായി നിലനിൽക്കണം. പരലോക വിശ്വാസമുള്ളവരൊക്കെ ഇങ്ങനെ മോഹിക്കുമല്ലോ. ഇതുകൊണ്ടായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ചെറിയ പോറൽ വരും എന്ന് കാണുന്ന ഭയാശങ്കകൾ കൊണ്ടാവാം വലിയ ചർച്ചകൾ ഇത് സംബന്ധിച്ച് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വസ്തുത നമ്മൾ ആലോചിച്ച് നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രവുമായി പരലോകത്ത് നരകത്തിൽ കിടക്കുന്ന ആളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നത് ശഫാഅത്തിന്റെ ബാബിൽ വളരെ വ്യക്തമായി വിവരിക്കപ്പെട്ട, ബുഖാരിയിലും മുസ്ലിമുകൾക്ക് വിവരിക്കപ്പെട്ട ഹദീസാണ്. നബി എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? നരകത്തിൽ നിന്ന് ഓരോരോ കൂട്ടരെ പുറപ്പെടുവിക്കുന്ന വിവരിക്കുകയാണ്. ആരാ പുറപ്പെടുവിക്കുന്നത്? അള്ളാന്റെ റസൂല് മുതൽക്ക് ശഫാഅത്തിന് അധികാരമുള്ള മഹാന്മാർ അള്ളാഹിനോട് വന്ന് പറഞ്ഞ് ശഫാഅത്ത് ചെയ്തിട്ട് പുറപ്പെടുവിക്കുകയാണ്. പുറപ്പെടുവിക്കുമ്പോൾ ഓരോരോ വിധത്തിലുള്ളവരെ പുറപ്പെടുവിക്കാൻ പറയും. പിന്നീട് അവശേഷിക്കും നരകത്തിൽ അയാൾ ലം യഅമൽ ഖൈറൻ ഖത്തു, നല്ലത് എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ.
മറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല, ഒരു കർമ്മവും നല്ലതില്ല, സുഹൃതങ്ങളൊന്നുമില്ലാത്ത ഒരാൾ, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വളരെ സരസമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസാണ്, ബുഖാരി മുസ്ലിമുകളുടെ ഹദീസാണ്. നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശുപാർശക്കാരുടെ അവസാനം കഴിഞ്ഞിട്ട് എല്ലാവരും ശുപാർശ ഇല്ലാത്തത്. കാരണം ശുപാർശ ഉണ്ടെങ്കിൽ കുറച്ച് പുറത്തേക്ക് കാണണം. പുറത്തേക്ക് കാണുന്ന യാതൊരു കർമ്മവുമില്ലാത്ത, സ്വഹാബാക്കൾക്കോ മൂമിനീങ്ങൾക്കോ ഒന്നും നന്മ കാണാത്ത ഒരാൾ കേവലം വിശ്വാസിയാണ്, തൗഹീദുകാരനാണെന്നതിൻ്റെ പേരിൽ മാത്രം നിശ്ചയിക്കപ്പെട്ട ശിക്ഷ കഴിഞ്ഞ ശേഷം അള്ളാഹു അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ വസ്തുത വിവരിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ മുഹദ്ദിഥീങ്ങളും എല്ലാവരും ഏകീകരിച്ച് പറയുന്നുണ്ട്, തൗഹീദ് മാത്രമുണ്ടോ എന്നാൽ സ്വർഗത്തിൽ പ്രവേശം ഉറപ്പ്, ശിക്ഷ എന്തെങ്കിലും ആ ശിക്ഷ കഴിഞ്ഞിട്ട്. ഇതാണ് വസ്തുത. മഹാപാപം തൗഹീദ് ഇല്ല, ശിർക്കാണ്. ശിർക്കല്ലെങ്കിൽ പിന്നെ കുഫറും വരാം. ശിർക്കില്ലാതെയും വരെ തൗഹീദിന്റെ മാറ്റം. കാഫിറായിട്ടും അവർക്കും തൗഹീദില്ല എന്ന് പറയും. പക്ഷെ തൗഹീദിന്റെ നേർ വിപരീതം ശിർക്കാണ്. ഈ ശിർക്കിലാണോ ഒരാള് എന്നാൽ യാതൊരു രക്ഷയില്ല. ഖുർആൻ തന്നെ പറയുന്നു, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ. സൂറ മാഇദ. മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വല്ല ഒരുത്തനും ശിർക്ക് വെച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു തആല അവന്റെ മേൽ നിഷിദ്ധമാക്കി. വമഅവാഹുൻ നാർ, അവന്റെ അഭയം, അവന്റെ ചെന്നുകൂടുന്ന സങ്കേതം നരകം മാത്രമാകുന്നു, മറ്റെവിടെയും അവനെത്തൂല, സ്വർഗം അവന് ഹറാമാകുന്നു. ഇത് ഖുർആൻ. അപ്പൊ ശിർക്കുണ്ടോ എന്നാ പിന്നെ അയാൾ സ്വർഗത്തിൽ കിടക്കുന്ന ഇടപാടില്ല, നരകത്തിൽ ശാശ്വതമായി കിടക്കും. ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉറപ്പിച്ച് ഖണ്ഡിതമായി നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ആശയമാണ്. അങ്ങനെയുള്ള തൗഹീദ്, ആ തൗഹീദുമായി ബന്ധപ്പെട്ടാണ് അത്തൗഹീദ് ഉള്ള ആളുകളെന്ന് വിചാരിക്കുന്നവരും വിശ്വസിക്കപ്പെടുന്നവരുമായ മുസ്ലിമീങ്ങളിൽ തൗഹീദ് നഷ്ടപ്പെടുന്നു, ശിർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പരിതാപകരം തന്നെയാണ് അവസ്ഥ. അള്ളാഹു ആ ശിർക്കുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.